അങ്ങനെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ജാതകം നോക്കാറില്ല. ഞങ്ങൾ വിജയ് ഞാനൊരു ക്രിസ്ത്യൻസ് അല്ലേ, ഞങ്ങൾ ജാതകം നോക്കാറില്ല. ഞങ്ങൾ കല്യാണം കഴിച്ച് കഴിഞ്ഞല്ലോ, ഇവിടെ കല്യാണം കഴിച്ച് കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ വീട്ടിലോട്ട് പോയാണ്. സ്വർണ്ണമായിട്ട് ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു ഷോക്കായിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ നമ്മുടെ ഷിജോൻ്റെ, ആലപ്പുഴക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്. ഓക്കെ, ഷിജോയുടെ കുറച്ച്, അതായത് പുള്ളി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓരോ കണ്ടന്റ് എടുത്തിരിക്കുന്നു, അതിനെക്കുറിച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബ്ലോഗ് എൻ്റെ പൊന്നു വേറെ ലെവൽ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഞാൻ വെക്കാം. വേറെ ലെവലായിട്ട്. ഓക്കെ, കണ്ടു നോക്ക്. ആധാരം ഞാൻ അത്ര കോസ്റ്റ്ലി ഒന്നും അല്ല, ഞങ്ങൾ അത്രയും വിഷയമില്ല. കിട്ടിയോടെ പോയെന്ന് പറയണം. വിടുകൂട്ടി, എന്റെ ഭാര്യ വിടുകൂട്ടി. എന്റെ ഭാര്യനെ ഇപ്പൊ വിട്ടു. പേര് പറയൂ, പേര് പറ കുട്ടി. മായ. അപ്പം മായയാണ് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്റെ മായയുടെ എന്റെ അമ്മായപ്പന്റെ അമ്മായമ്മയുടെ നമ്പറുണ്ട് കുട്ടിയുടെ കയ്യിൽ. മായയുടെ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ അതെനിക്കൊന്ന് തരാമോ? ഞങ്ങളെ കല്യാണം കഴിഞ്ഞ അച്ഛനെ അറിയിക്കണ്ടേ? ഇവിടെ വന്നിട്ട് ഞാൻ ഇത്രയും പെൺകുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് ആരെ എനിക്ക് മായയുടെ അത്രയും നമ്മുടെ ഉള്ളി എന്ന് വരികയെന്ന് പറയത്തില്ലേ, എന്റെ അടി എന്റെ ആ സവാളിയല്ലേ, മറ്റേ ഉള്ളിന്റെ ഉള്ളി എന്ന് പറയുന്ന സാധനം. അതായത് ഇപ്പൊ എന്റെ അടിവയറ്റ് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ എന്നെ മായ പിടിച്ചു നോക്കാം. മോള് പിടിക്കുന്ന മായ കല്യാണം കഴിഞ്ഞ മോളെ നാളെന്താണ്? നാളെ രോഹിണി ആകുമ്പോ ഏറ്റവും ബെസ്റ്റല്ലേ? അപ്പോൾ ഇതൊരു വ്ളോഗാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ. എന്തോ കല്യാണം മുടങ്ങിയപ്പം മറൈൻ ഡ്രൈവിൽ ചെന്നിട്ടാണ് പരിപാടിയൊക്കെ. എന്നിട്ട് ഇതിന് 5-12 കല്യാണം നടത്തണമെന്നും പറഞ്ഞിട്ട് 6 പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ഇതാണ് പുള്ളിയുടെ ഈ ഒരു വ്ളോഗ്. സത്യത്തിൽ ഞാൻ ആദ്യം അത്ര ഇൻട്രസ്റ്റോടെ കണ്ടില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ പണ്ടത്തെ വീഡിയോസും ഇതും കൂടെ കാണുമ്പോൾ നമുക്ക് ആൾ ഇത്ര ഇതായിരുന്നു. പക്ഷെ ബിഗ് ബോസ് വീഡിയോ വന്നതിന് ശേഷം സിജു അങ്ങനെ ഗെയിം ആ ഒരു മൈൻഡിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇത്ര ഫണ്ണിയാന്ന് ഞാൻ അറിയുന്നില്ല. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഈ മോളും കൂടി കല്യാണം കഴിക്കൂട്ടി. നിങ്ങൾ ആർക്കാണോ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളത് അത് വിവാഹം കഴിച്ച് എന്റെ ജീവിതം തന്നെ. നിങ്ങളുടെ ജീവിതം ഒരുപാട് ആരാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ആയിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ആ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആരാണോ അവർക്കാണ് കൂടുതൽ മുൻഗണന. പെട്ടെന്നാണ് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് ഈ ഓഫർ തീരുന്നതായിരിക്കും സംഭവമാണല്ലേ. മൗനം സമ്മതം എന്ന് പറയുന്നത് എന്താണ് ഇദ്ദേഹത്തിന്റെ പേര് പറയുന്നത്? പാൽ ബോധത്തിന്റെ പേര് പറയും. പാൽ ബോധന തേയിലേ? എന്നാൽ ഞങ്ങളിപ്പോ മാമോദീസ നോക്കി അല്ല, ഞങ്ങൾ മാമോദീസ നോക്കണ്ടേ? ഇനിയിപ്പോ 28 കെട്ടണം. 28 കെട്ടാനുള്ള ചരടുണ്ടോ? ആദ്യം 28 കെട്ടണോ കല്യാണം കഴിക്കണം? എന്താണ് ആദ്യം വേണ്ടത്? പേരിടണ്ട, അല്ലാതെ തന്നെ കല്യാണം കഴിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട ആരും ഇല്ലായിരുന്നു ആ കൂട്ടത്തിൽ. അച്ഛനമ്മ അറിയിക്കണ്ടേ? വേണ്ട, അച്ഛനമ്മ അറിയിക്കണ്ടേ? അപ്പൊ റെഡി 1 2 കല്യാണം കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. പഠിക്കുവാണോ? അപ്പൊ എനിക്കും ജോലിക്ക് പോകണ്ടല്ലോ. അപ്പൊ എനിക്ക് ആചാരം കൂടെ കഴിഞ്ഞിട്ടില്ല. ഇനിയുണ്ട് 2-3 കൂടെ. ഞാനതും കൂടെ വെച്ച് തരാം. എന്നിട്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ 5:42 മുന്നേ എന്റെ വിവാഹം നടക്കേണ്ടതുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ 3 പേര് ആരാണെന്ന് മാത്രം പറഞ്ഞാൽ നമ്മുടെ വിവാഹം നടക്കുന്നു, കുറവിടുന്നു, വീട്ടുകാരെ അറിയിക്കുന്നു. ഞാനങ്ങനെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ജാതകം നോക്കാറില്ല. ഞങ്ങൾ വിജയ് ഞാനൊരു ക്രിസ്ത്യൻസ് അല്ലേ, ഞങ്ങൾ ജാതകം നോക്കാറില്ല. ഞങ്ങൾ കല്യാണം കഴിച്ച് കഴിഞ്ഞല്ലോ, ഇവിടെ കല്യാണം കഴിച്ച് കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ വീട്ടിലോട്ട് പോയാണ്. സ്വർണ്ണമായിട്ട് എന്താ ഇവിടെ ഉള്ള ശരിക്കുള്ള മാല? ആധാരം ഞാൻ അത്ര കോസ്റ്റ്ലി ഒന്നും അല്ല, ഞങ്ങൾ അത്രയും വിഷയമില്ല. ഒരു രക്ഷയില്ലാത്ത വ്ളോഗാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ചാനലിലെ വ്ളോഗാണ്. പക്ഷേ അതിനകത്ത് 2000 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. പിന്നെ വേറെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഇതാകുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വ്ളോഗും കാര്യങ്ങളും. പക്ഷേ എന്തായാലും ബിഗ് ബോസിലൂടെ എന്തായാലും കുറേ ആൾക്കാർ ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിനാണ് ഇപ്പോൾ കൂടുതലും ഫാൻസും കാര്യങ്ങളൊക്കെ സത്യത്തിലാണ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്.